ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ വീഡിയോ ആണിത്. ഇന്നലെ ബക്രീദായിട്ട് ബിരിയാണി ഇല്ലെങ്കിൽ എന്താ ആഘോഷം. അപ്പോൾ ഇന്ന് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. സാധാരണ നോർമലി ആണ് ചിക്കൻ വേവിച്ചൊക്കെ എടുക്കുന്നത്, ഫ്രൈ ചെയ്യാറില്ല. അപ്പോൾ അച്ഛനൊരു ബിരിയാണി ഫാനല്ല, അതുകൊണ്ട് അച്ഛൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് തന്നാൽ അച്ഛൻ കഴിക്കാമെന്ന് പറഞ്ഞു. ഫ്രൈ ചെയ്താണ് ചിക്കൻ ബിരിയാണി വെക്കുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കരുതി ശരി, ഇനി ഫ്രൈ ചെയ്യാത്തതുകൊണ്ട് കഴിക്കണ്ടെന്ന് കരുതി ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി വയ്ക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ബിരിയാണി മേക്കർ ഞാനാണ് എപ്പോഴും ബിരിയാണി വെക്കുന്നത്. അമ്മ വേണ്ട എല്ലാ ഹെൽപ്പുകളും ചെയ്ത് തരും. സവോള അരിഞ്ഞ് തരും, ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ച് തരും, ടൊമാറ്റോ അരിഞ്ഞ് തരും, മല്ലിയില പുതിനയില അരിഞ്ഞ് തരും, ചിക്കൻ ക്ലീൻ ചെയ്ത് തരും, ചോറൊക്കെ കഴുകി എടുത്ത് വയ്ക്കും, എല്ലാം സഹായം ചെയ്ത് തരും. ബാക്കി കുക്കിംഗ് ഞാനാണ് കേട്ടോ. അങ്ങനെ ചിക്കൻ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാണ്. ഭയങ്കരമായിട്ട് ഫ്രൈ ചെയ്യില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ബാക്കി നമ്മുടെ സാധാ ബിരിയാണി വയ്ക്കുന്ന സ്റ്റൈലിൽ വയ്ക്കാമെന്ന് കരുതി ഒരു പ്ലാനിങ്ങിലാട്ടോ. അപ്പോൾ അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ള ആ എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ റെഡിയാക്കാമെന്ന് കരുതി അങ്ങനെയാണ് ചെയ്യുന്നത്. നെയ്യ് ഒഴിച്ചിട്ടുള്ള എണ്ണയിലാണ് ചിക്കൻ വറുത്തെടുക്കുന്നത്. എന്തായാലും ഇനി വറുക്കാണ്ട് അച്ഛൻ കഴിക്കാണ്ടിരിക്കേണ്ടെന്ന് കരുതി വറുക്കുകയാണ്. ഞാൻ പറഞ്ഞാണ് വറുക്കുന്നത് കേട്ടോ. എങ്ങാനും ബിരിയാണി കഴിച്ചില്ലെങ്കിൽ നോക്കിക്കോ. കാരണം എന്ത് പാടാണെന്നറിയാം, ചിക്കൻ വറുത്തിട്ട് ബിരിയാണി വയ്ക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടുതലാണ്. എങ്കിലും നമുക്ക് ഭയങ്കര പാടാണ് ഇതിനെ വറുത്തിട്ട് പിന്നെ അതിനൊന്നുകൂടെ ബിരിയാണി വയ്ക്കുന്നത്. മറ്റേത് നമുക്ക് ഡയറക്റ്റ് അങ്ങ് വയ്ക്കാമല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞ് വയ്ക്കുകയാണ്. അപ്പോൾ ചിക്കൻ ഒരു സൈഡിൽ ആയിക്കൊണ്ടിരിക്കുന്നു, മറ്റു സൈഡിൽ ചോറിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാവുന്നുണ്ട്. ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ചിക്കൻ്റെ പാർട്സ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അത് ബിരിയാണി കൂടെ ഇടുന്നില്ല, അതാണ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബിരിയാണി വെക്കുന്ന വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നില്ല. അത് ഓൾറെഡി 2 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് വയ്ക്കുന്നത്. ഇതിൽ കുറച്ച് ഫ്രൈ ചെയ്തിട്ട് ആ എണ്ണയിൽ കൂടെയാണ് സവോള എല്ലാം വഴറ്റി വയ്ക്കുന്നു എന്നുള്ളൊരിതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു, ഞാൻ ഗർഭിണിയാണോ, പ്രഗ്നൻ്റ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്. എല്ലാ വിശേഷവും പറയുന്ന ഞാൻ ഉറപ്പായിട്ടും അങ്ങനെ ഒരു വിശേഷം ഉണ്ടെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യില്ലേ. പിന്നെ ഒരുപാട് പേര് അതുപോലെ വേദയ്ക്ക് ഇനി ഒരു കൂട്ട് വേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യമില്ലേ. അതൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് എനിക്കൊരു ബുദ്ധിമുട്ടാണ് റിപ്ലൈ തരാനായിട്ട്. അതൊരു തെറ്റാണോ ഞങ്ങളിങ്ങനെ ചോദിച്ചത്, അതിനെന്താ മറുപടി തന്നാൽ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കത് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനുള്ള മറുപടി തരണമെന്ന് തോന്നിയില്ല. കാരണം എല്ലാ വിശേഷവും ഞാൻ അപ്പോഴപ്പോഴായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ആളാണ്. കാരണം എന്നും വീഡിയോസ് ഇടുന്നുണ്ട്, എന്നും വീട്ടിലെ വിശേഷമാണ് ഇടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിശേഷം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളായിട്ടായിരിക്കും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇത് വേണ്ട, ഞാൻ പ്രഗ്നൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. പിന്നെ വേദയ്ക്കൊരു കൂട്ട് വേണോ ഇല്ലെന്നൊക്കെ ഉള്ളത് അത് ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. അതിനെനിക്ക് ഇപ്പോൾ തൽക്കാലം മറുപടി തരണം എന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ തരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ റിപ്ലൈ തരാത്തതിനും ഒരു വലിയൊരു ഇതുണ്ടായിരുന്നു. അതൊരു കുറ്റമാണോ, ചോദിച്ചതിന് എന്താ മറുപടി തരാൻ വയ്യാത്തത്. അതുപോലെ ഒരുപാട് പേര് കമൻസ് ഇട്ടാൽ റിപ്ലൈ തരുന്നില്ല. എനിക്ക് ഒരുപാട് കമൻസ് ഫേസ്ബുക്കിലും യൂട്യൂബിലും ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം റിപ്ലൈ കൊടുക്കുക എന്ന് പറയുന്നത് ഒട്ടും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഞാൻ ലൈക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് യെസ് എന്നാണ് അതിൻ്റെ മറുപടി, ആണ് എന്നുള്ളതാണ് മറുപടി. അല്ല എങ്കിൽ ഞാൻ നോ പറയും. പിന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിൽ അതിനുള്ള റിപ്ലൈ ഞാൻ കൊടുക്കാറുണ്ട്. അതുകൊണ്ടൊന്ന് മനസ്സിലാക്കുക, ഫേസ്ബുക്കിലും യൂട്യൂബിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, അതിലെല്ലാം ഒരുപാട് കമൻസ് വരുന്നുണ്ട്. അതിനെല്ലാം റിപ്ലൈ ചെയ്യാൻ നടക്കുന്ന കാര്യമില്ല. കാരണം എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യം നോക്കണം, വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം. നിങ്ങളുള്ളത് കൊണ്ടാണ് ഉറപ്പായിട്ടും ഞാൻ ഇന്ന് ഇപ്പോൾ ഇതുവരെ നിൽക്കുന്നത്. അതുകൊണ്ട് അഹങ്കാരം പറയുന്നതല്ല, ആ ഒരു സാഹചര്യം ദയവായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതിൽ വിഷമമില്ലാത്തവരും ഉണ്ട്, വിഷമമുള്ളവരും ഉണ്ട് കേട്ടോ. വിഷമമുള്ളവരോടാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ വേദയെ കണ്ടില്ലല്ലോ. വേദ രാവിലെ എണീറ്റ് വന്ന് നിൽക്കുകയാണ്. എന്താണ് സ്പെഷ്യൽ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബിരിയാണി അച്ഛനോട് ഇന്ന് പുറത്ത് പോയി വാങ്ങിത്തരണം. എൻ്റെ അച്ഛനെ വേദ അച്ചി എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അച്ചി നമുക്ക് പുറത്ത് പോയി നിന്ന് കഴിക്കാമെന്ന്, ബക്രീദാണെന്നൊക്കെ പറഞ്ഞ് കരങ്ങി നിൽക്കായിരുന്നു. അവർ രാവിലെ വേദ എണീറ്റ് വന്നു. അപ്പോൾ ബിരിയാണിയുടെ മണം അത് കണ്ടപ്പോൾ വേദ എന്താണെന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ബിരിയാണി ദമ്മിടുകയാണ്. ഞാൻ സ്പെക്സൊക്കെ വെച്ച് നിൽക്കുന്നത് ഞാൻ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ദമ്മിടാനുള്ള സമയമായത്. അങ്ങനെ ദമ്മിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ അച്ഛനെയും കൊണ്ടുവന്ന് ചെക്കപ്പിന് പോകേണ്ട ദിവസമാണ്. ഞാനും ചീമയും അച്ഛനും കൂടെയാണ് ഇന്ന് ചെക്കപ്പിന് പോകുന്നത്. എന്താണെന്ന് അറിയില്ല. വേദയോട് വരണമെന്ന് ചോദിച്ചപ്പോൾ വേദ വരുന്നില്ല എന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ ഹോസ്പിറ്റലിൽ തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. ദൈവമേ, ഇത്രയേറെ രോഗികളുണ്ടല്ലോ എന്ന് ഞാൻ അതിശയിച്ചു പോയി. ഓരോ സെക്ഷനിലും ഭയങ്കര തിരക്കായിട്ട്, എന്താണെന്ന് അറിയില്ല, ഇന്ന് ഭയങ്കര തിരക്ക്. എന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോൾ ബിരിയാണി കഴിക്കാനുള്ള സമയം കഴിഞ്ഞു പോയി. ബിരിയാണിയുടെ ആയതുകൊണ്ട് കഴിഞ്ഞു പോയി, 2 മണിയായി. എനിക്ക് ബിരിയാണിയുടെ ആയിട്ട് പിന്നെ ഞാൻ കരുതി വിശന്നിട്ട് വന്ന് കഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ കഴിക്കാൻ പറ്റും, അതുകൊണ്ടാണ് കഴിക്കാണ്ട് പോയത്. ഞങ്ങളൊരു 12 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ.
വന്നപ്പോൾ 2 മണിയായി. ബിരിയാണി ഇന്ന് ഭയങ്കര കളറായിരുന്നു കേട്ടോ. ഫ്രൈ ചെയ്തിട്ടൊക്കെ വെച്ചതുകൊണ്ട് ബിരിയാണി ഭയങ്കര കളറും ഒരു സ്പെഷ്യൽ ടേസ്റ്റും ഉണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈ ചെയ്താണ് വെച്ചത്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലാണ് ബിരിയാണിയുടെ മസാല എല്ലാം ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക തരം ടേസ്റ്റ് ആ ബിരിയാണിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ വേദ ഞങ്ങൾ വരുന്നത് വരെ കാത്തിരുന്നു കേട്ടോ. പാവം വേദ വരുന്നതിന് മുന്നേ ഞാൻ കഴിക്കാനായിട്ടിരുന്നു. വേദ വേറെ ഒന്നുമല്ല, സ്പ്രൈറ്റ് എടുക്കാനായിട്ട് പോയതാണ്. സ്പ്രൈറ്റ് എടുത്ത് ഒഴിച്ചൊക്കെ തന്നിട്ട് വേദ കഴിക്കാമെന്ന് ഇരുത്തിയിരിക്കുകയാണ്. വേദയ്ക്ക് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കഴിക്കുമ്പോൾ ഇങ്ങനെ എല്ലാവർക്കും സ്പ്രൈറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ സെർവ് ചെയ്തിട്ട് വേദയ്ക്ക് വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വേദയും കഴിക്കാനായിട്ടിരുന്നു. ചീമ പറഞ്ഞു ബിരിയാണി സൂപ്പറാണെന്ന്. ഇനി വേദ ഒരു പ്രാവശ്യം കഴിച്ചു കേട്ടോ. ശകലം ചോറും ഒരു പീസ് ചിക്കനും കഴിച്ചിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. വേദയുടെ പ്ലേറ്റ് കണ്ട് നിങ്ങൾ അതിശയിക്കേണ്ട. വേദ ഇത്രയും കഴിക്കുമെന്ന് ചോദിക്കേണ്ട. അമ്മ ആർക്കും ആഹാരം വിളമ്പിയാലും ഇങ്ങനെ കോരത്തുള്ളൂ കേട്ടോ. വേദ അത്രയും കഴിക്കില്ല. ചോറ് കഴിക്കില്ല. ചിക്കൻ ഉണ്ടെങ്കിൽ കഴിക്കും കേട്ടോ. ചിക്കൻ കഴിക്കില്ല എന്ന് പറയില്ല. ചോറ് കഴിക്കത്തില്ല. അത് ബാക്കി ഞാൻ തന്നെ കഴിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബിരിയാണി എല്ലാം കഴിച്ച ശേഷം വേദ ചീമയെ പാമ്പർ ചെയ്ത് നോക്കിയാൽ ഭയങ്കര കെയറിങ്ങും പാമ്പറിങ്ങും. ചീമ വെള്ളം വേണമെന്ന് പറഞ്ഞാൽ അവളെടുത്ത് കൊടുക്കും. എന്ത് പറഞ്ഞാലും ചീമ അങ്ങനെ പറയാറില്ല, പക്ഷെ എന്ത് പറഞ്ഞാലും ഒരു മടിയില്ലാണ്ട് വേദ ചെയ്യും കേട്ടോ. ഞാൻ ഇത്തിരി വെള്ളം എടുത്തു തരാൻ പറഞ്ഞാൽ വേദ പിണക്കവും വാശിയും എടുത്തും തരത്തില്ല. ചീമയോട് ഭയങ്കര കാര്യം കേട്ടോ വേദയ്ക്ക്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, വേദയ്ക്ക് കളിക്കാനൊക്കെ കൂട്ടിന് എപ്പോഴും അവൾ ചെല്ലാറുണ്ട്. ഞാനിങ്ങനെ കളിക്കാനൊന്നും പോവില്ല. അതിൻ്റെ ഒരു സ്നേഹവും കാര്യവും വാത്സല്യമൊക്കെ ഉണ്ട്. നോക്കി അയ്യോ താരാട്ടൊക്കെ പാടി ഉറക്കുക കേട്ടോ. ചീമ എന്താണ് ടവലിട്ട് അങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ചീമ ഷോർട്ട്സ് ഇട്ടേക്കാണ്. ഇനി നമ്മുടെ സമൂഹം ശരിയല്ല, ഇനി നിൻ്റെ വീടിക്ക് താഴെ ഒരുപാട് കമൻസ്, വേദ ഇടുന്നതിനെ കമൻസ്, അപ്പം ഞാൻ കൂടി ഇട്ടാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞിട്ടാണ് അവൾ ടവലും ചുറ്റിയിരിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു ഡോൺ വെറി, നമ്മുടെ അവരുടെ ആരുടെയും ചിലവിലല്ലല്ലോ കഴിയുന്നത്. നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കുക, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, അതൊക്കെയാണ് നമ്മുടെ പോളിസി എന്ന് ഞാൻ അവളോട് പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷേ അവൾ ഇല്ല, വേണ്ട, ഇനിയിപ്പം ഞാൻ അങ്ങനെ ഒരു പൊങ്കാല നിൻ്റെ കമൻറ്റ് ബോക്സിൽ വേണ്ട എന്ന് പറഞ്ഞ് അവൾ മാന്യമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ അമ്മയും വന്നിരുന്ന് എന്തൊക്കെയോ വിശേഷങ്ങൾ ഇങ്ങനെ പറയുകയാണ്. എന്തോ എന്നെ വഴക്ക് പറയുന്നതാണ് കേട്ടോ. മുഖം കാണുമ്പോൾ അറിയില്ല എന്താണ് സംഭവം എന്ന് ഞാൻ മറന്നു പോയി കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോൾ ബിരിയാണി കഴിച്ചിട്ട് എന്തെങ്കിലും സ്വീറ്റ്സ് കഴിക്കാൻ കൊതിയായിട്ട് വയ്യ കേട്ടോ. അപ്പോൾ ഞാൻ ഐസ്ക്രീം വാങ്ങാനായിട്ട് നെട്ടയത്ത് പോയപ്പോൾ നമ്മുടെ കണ്ണൂസിൽ നല്ല അമൂലിൻ്റെ ഐസ്ക്രീം ഉണ്ട് കേട്ടോ. അവിടെ പോയപ്പോൾ കണ്ണൂസൊക്കെ അടച്ചിരിക്കുന്നു. ബക്രീദ് ആയതുകൊണ്ടാവും. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നു. അപ്പോൾ കുനാഫ എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് കുനാഫ ട്രിവാൻഡ്രത്ത് കിട്ടുന്നത് നമ്മുടെ ബാബ് അറേബ്യയിലാണെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കുനാഫ നമ്മൾ സ്വിഗ്ഗി വഴി സൊമാറ്റോ വഴി ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ ഒരു കുനാഫയുടെ റേറ്റ് വന്നിട്ട് 400 ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ആസാദി കയറിയപ്പോൾ അവിടെ 300 ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ 399 എന്തോ ആയിരുന്നു കുനാഫയുടെ റേറ്റ്. ഡെലിവറി ചാർജ് എല്ലാം കൂടെ ചേർത്തിട്ട് 430 സംതിങ് ആയേട്ടോ. ഓക്കെ ശരി, കുനാഫ കഴിക്കാമെന്ന് കരുതി ആദ്യം നോക്കിയപ്പോൾ ഞാൻ കരുതിയല്ല ചീസോ എന്തെങ്കിലും സോസ് എന്തെങ്കിലും ആയിരിക്കും എന്ന്. പിന്നെ ഒരു ഷുഗർ സിറപ്പ് ഉണ്ടായിരുന്നു. അടുത്തതാണ് നമ്മുടെ കുനാഫ. അത് കണ്ടപ്പോഴേ എൻ്റെ സകല പ്രതീക്ഷയും പോയി കേട്ടോ. 400 രൂപ കൊടുത്ത് ഓർഡർ ചെയ്ത കുനാഫ ഇത്രയേ ഉള്ളൂ എന്ന് ഞാനൊന്ന് സംശയിച്ചു കേട്ടോ. കണ്ടിട്ട് വലിയ ലുക്കൊന്നും തോന്നില്ല. പക്ഷേ ഇവിടുത്തെ കുനാഫ ഭയങ്കര സൂപ്പർ ടേസ്റ്റ് എന്നാണ് കേട്ടത്. ഇവിടുത്തെ കുനാഫ ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷെ ഞാൻ കുനാഫ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നത് പട്ടത്തൊരു ഹോം ബേക്കർ അവർ ചെയ്ത് തന്നു. ഭയങ്കര സ്വീറ്റും ഭയങ്കര ചീസിയും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സാധനം കേട്ടോ. അവരുടെ ഡീറ്റെയിൽസൊക്കെ മറന്നത് വർഷങ്ങൾക്ക് മുമ്പാട്ടെ. കുനാഫ ഒന്ന് പോപ്പുലറായി വരുന്ന സമയത്തായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ലുലുന്ന് കഴിക്കുന്ന കുനാഫയും കുഴപ്പമില്ല. ഞാൻ അവിടെ ചെന്ന് എപ്പോഴും ഒരു പീസ് വാങ്ങി കഴിക്കാറുണ്ട്. ആ കുനാഫയും കുഴപ്പമില്ല, ടേസ്റ്റാണ്. ആസാദിൽ നിന്ന് ഇതുവരെ വാങ്ങി കഴിച്ചിട്ടില്ല. അവിടെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ഇരിക്കാറുണ്ടായിരുന്നു ഈ നമ്മുടെ ലുലുന്നൊക്കെ വാങ്ങുന്നത്. ഇത് തന്നെ എന്താ പഞ്ഞി പോലെയൊക്കെ ഇരിക്കുന്നത്, എന്താണ് സംഭവം എന്നറിയില്ല. ഷുഗർ സിറപ്പ് ഒഴിച്ചു. ചീമ ആ സോസ് പോലെ ഇരുന്ന സാധനം ഓപ്പൺ ചെയ്തപ്പോൾ അത് ഐസ്ക്രീം ആട്ടോ. ഐസ്ക്രീം മെൽറ്റായി അവിടെ നിന്ന് എത്തിയപ്പോഴേക്കും മെൽറ്റായിരിക്കുകയാണ്. അപ്പം ചീമ പറഞ്ഞു ഐസ്ക്രീം ഇല്ലാണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ഐസ്ക്രീമിനെ കൊണ്ടുവന്ന് ഫ്രീസറിൽ വെച്ചു. എന്നിട്ട് നമ്മുടെ കുനാഫ ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അകത്ത് ചീസിൻ്റെ ഒരു ഇതൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ട്. എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ് എന്നറിയില്ല. കണ്ടിട്ട് വലിയ ലുക്കില്ല. പക്ഷെ കഴിച്ചാലല്ലേ നമുക്ക് പറയാൻ പറ്റും. ലുക്കിലുള്ള കാര്യം കഴിക്കുമ്പോഴാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും കട്ട് ചെയ്ത് നോക്കാമെന്ന് കരുതി. അങ്ങനെ ചീമ കട്ട് ചെയ്യാൻ പോയപ്പോൾ ചീമയ്ക്ക് ഒരു ഫോൺ കോൾ വന്ന് ചീമ അങ്ങനെ അങ്ങ് പോയി കേട്ടോ. പിന്നെ ശരി ഞാൻ തന്നെ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വേദയുടെ ഫോൺ കൊടുത്തിട്ട് ഞാൻ കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തപ്പം കട്ട് ചെയ്യാൻ കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു.
എനിക്കെന്താണെന്ന് അറിയില്ല കേട്ടോ, ഈ ഡയറ്റ് ചെയ്യുമ്പം എനിക്ക് ഷുഗർ വിത്തൗട്ട് ഷുഗർ പറ്റത്തില്ല. അതൊരു മസ്റ്റായിട്ടുള്ള സാധനമാണ്. എനിക്ക് ഷുഗർ ഇല്ലാണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല കേട്ടോ. ഞാനൊരു മധുരപ്രേമിയാണ്. ഈ സ്വീറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിലൊരു ഗീയുടെ ടേസ്റ്റും സ്വീറ്റിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ. സ്വീറ്റ്സ് ഞാൻ എത്ര കിട്ടിയാലും കഴിക്കും. പക്ഷേ ഈ ഡയറ്റൊക്കെ ചെയ്യുമ്പം നമ്മൾ സ്വീറ്റ്സ് ഒട്ടുമേ പാടില്ല. പക്ഷെ അതെന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ. ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകും, എനിക്ക് തലവേദനയൊക്കെ വരും സ്വീറ്റ്സ് കഴിച്ചില്ലെങ്കിൽ. അങ്ങനൊരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ ബിരിയാണി കഴിച്ചാലും മസ്റ്റായിട്ട് എന്തെങ്കിലും ഒരു സ്വീറ്റ് കഴിച്ചേ പറ്റത്തുള്ളൂ. നമുക്ക് എങ്ങനെ തോന്നും, കഴിക്കാനൊരു ടെൻഡൻസിയൊക്കെ വരും കേട്ടോ. അങ്ങനെ ഞാൻ ഐസ്ക്രീം വാങ്ങാൻ പോയപ്പോഴാണ് ഇല്ലാത്തത്. പിന്നെ ജിഗർദണ്ഡ ഓർഡർ ചെയ്യുന്നത് ഇപ്പോൾ ആർക്കും വേണ്ട ജിഗർദണ്ഡ, പിന്നെ എനിക്ക് മാത്രമായിട്ട് വേണ്ടെന്ന് ജിഗർദണ്ഡ ഓർഡർ ചെയ്തില്ല. അങ്ങനെയാണ് കുനാഫ ഓർഡർ ചെയ്തത്. പക്ഷേ ഞാൻ കുനാഫ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. അപ്പോൾ ഇത്രേ ഉണ്ടാവത്തുള്ളൂ, എനിക്കറിയില്ല. ഈ ഇത്രയേ ഉള്ളൊരു പോർഷനാണ് നമ്മുടെ ആസാദിലൊരു 300 റുപ്പീസിന് ഇരിക്കുന്നത് കണ്ടു. അന്ന് എനിക്ക് വാങ്ങാൻ പറ്റില്ല, അന്ന് ഞാൻ വേറെ എന്തൊക്കെയോ വാങ്ങിയതുകൊണ്ടന്നത് വാങ്ങിയില്ല. പിന്നീട് വാങ്ങാൻ കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്നില്ല. അതിന് പകരമാണ് മറ്റേ സാധനം വാങ്ങിയത്. ആ സാധനം ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അത് കുറച്ച് പേര് കമൻറ്റ് ചെയ്തിരുന്നു അത് ബക്ലാവയാണെന്ന്. പക്ഷേ അത് ബക്ലാവ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വേറൊരു സംഭവമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് കട്ട് ചെയ്തിട്ട് അമ്മയ്ക്കും അച്ഛനും കുഞ്ഞ് പീസ് മതി. അമ്മയ്ക്കും ഇഷ്ടമല്ല, അച്ഛൻ ഷുഗർ പേഷ്യൻ്റ് ആയതുകൊണ്ട് അച്ഛൻ ഇഷ്ടമുള്ള സാധനമാണെങ്കിൽ ഷുഗറൊക്കെ കഴിയും കേട്ടോ, ചുമ്മാണ് വേണ്ടാന്ന് പറഞ്ഞു. അമ്മയും കുഞ്ഞ് പീസ് മതി എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഇങ്ങനെ സ്വീറ്റൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞു അത് കഴിച്ച് നോക്കുമെന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എന്നിട്ട് അടുത്ത വേദയാണ് ടേസ്റ്റ് ചെയ്യുന്നത്. വേദ കഴിച്ചിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ചീസൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം ചീസൊക്കെ അതിൽ കാണുന്നുണ്ട്. നടുക്ക പോർഷനിൽ ചീസ് കാണുന്നുണ്ട്. പണ്ടൊരിക്കൽ ഈ കുനാഫ കഴിച്ചിട്ട് ഞാൻ കുനാഫ ഉണ്ടാക്കി കേട്ടോ. അന്ന് ഈ കുനാഫയുടെ ഈ വെർമസലി ഇല്ലേ, അത് സെയിം കുനാഫയുടേതല്ല എനിക്ക് കിട്ടിയത്. ഞാൻ ഈ വെർമസലി വെച്ചുണ്ടാക്കി. അത് കുറച്ച് ഹാർഡായിരുന്നു, പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എപ്പോഴെങ്കിലും ഞാൻ ഓരോ കാര്യങ്ങളും എപ്പോഴെങ്കിലും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോഴൊക്കെ നടക്കാറില്ല. അപ്പോൾ ഞാൻ കുനാഫ ടേസ്റ്റ് ചെയ്തു. ലുലുന്ന് വാങ്ങുന്ന ടേസ്റ്റ് എന്തായാലും കുനാഫയ്ക്കില്ല. ഞാൻ അന്ന് കഴിച്ച ടേസ്റ്റും ഈ കുനാഫയ്ക്കില്ല. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് കുനാഫ നമ്മുടെ ബാബ് അറേബ്യയില എന്ന് പറയുന്നത് ശരിയല്ല കേട്ടോ. അതിന് ഓൺലൈൻ ഓർഡർ ചെയ്ത് വന്ന് തണുത്ത് അതിൻ്റെ ഒരു ഫീലാണോ എന്നറിയില്ല. എനിക്ക് അത്രയും ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ചീസും ഒരു ഫ്ലേവറൊക്കെ ഉണ്ട്, എങ്കിലും നമ്മൾ മറ്റുള്ളിടത്തു നിന്ന് കഴിച്ച കുനാഫയുടെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ? പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ, ടാറ്റാ, ബൈ. അപ്പോൾ ഇത് ബക്രീദ് വിശേഷമാണ്. പുതിയൊരു നല്ല വിശേഷമായിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ.